പാലിൽ മുട്ടയുടെ മഞ്ഞക്കരുവും ബ്രൗൺ ഷുഗറും ചൂടാക്കുക. ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്യുക. ഈ മിശ്രിതം തണുപ്പിക്കാൻ വെക്കുക. മുട്ടയുടെ വെള്ള പതപ്പിച്ച് തണുപ്പിച്ച ചോക്ലേറ്റ് മിശ്രിതവും ക്രീമും ചേർത്ത് ഇളക്കുക. ചോക്ലേറ്റ് മൂസ് തയ്യാർ. എന്തായാലും ഡെസേർട്ടിൻ്റെ ടേസ്റ്റ് അത് നല്ലപോലെ തണുപ്പിച്ച് കഴിച്ചാലേ ഡെസേർട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1 മണിക്കൂർ തണുത്താലേ അത് കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. എവിടെയും പോലെ ബ്രേക്കിന് ശേഷം മഖാനിയുമായിട്ട് വരും. ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. നല്ല തണുപ്പാ വെള്ളത്തിന്. സൂപ്പർ. മലബാറിൻ്റെ രുചി തേടിയുള്ള എൻ്റെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് തുഷാരഗിരിയിലാണ്. തുഷാരഗിരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മലബാറിലെ ഏറ്റവും നല്ല വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയാണ് തുഷാരഗിരി. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഇന്ന് ഭക്ഷണം കുറച്ച് കഴിഞ്ഞാവാം. ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണ്ടേ? പാം. നല്ല തണുപ്പാ വെള്ളത്തിന്. സൂപ്പർ. ഇതാണ് തുഷാരഗിരി. ഇതൊരു സാധാരണ വെള്ളച്ചാട്ടമല്ല. നിറയെ വെള്ളമുണ്ട്. മഴയൊക്കെ പെയ്തിട്ട് ഇതങ്ങനെ തിമിർത്ത് അടിച്ചു പൊളിച്ചാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാവർക്കും രുചികരമായ നാടൻ ഭക്ഷണം, മുയൽ, താറാവ്, കോഴി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആഹാരങ്ങൾ വെച്ച് കൊടുക്കുന്ന ജോണേട്ടൻ്റെ ഒരു കടയുണ്ട്. ഞാൻ ആ കടയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തുഷാരഗിരിയിൽ വന്നത്. ഞാൻ എന്തായാലും ഒന്ന് മോളിൽ പോയിട്ട് വരാം. ഓക്കെ. ഇതാണ് ഞാൻ എന്ന് പറഞ്ഞ ജോണേട്ടൻ്റെ വെറൈറ്റി ഫുഡ്സ്. പിന്നെ അവിടുത്തെ സ്പെഷ്യൽസ് നോക്കാം. മുയൽ, താറാവ്, കോഴി എല്ലാത്തിനും പടമൊക്കെ ഉണ്ട്. കയറി നോക്കാം. മഴ. അപ്പോൾ ഇതാണ് നമ്മുടെ വെറൈറ്റി ഫുഡ്സിന്റെ സ്വന്തം ജോണേട്ടൻ. ജോണേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ഏട്ടാ നമുക്ക് ഇന്ന് വെക്കാൻ പോകുന്നത്? ഇത് ഒരു മുയലാണ്. ഓർഡർ. ഓക്കെ. അപ്പോൾ വെറൈറ്റി ഫുഡ്സിന്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് മുയൽ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ മുയലിറച്ചിയുടെ ഒരുപാട് പോകാറുണ്ടോ? മുയലിറച്ചി ഏറ്റവും കൂടുതൽ ഇവിടെ ചിലവുള്ള സാധനമാണ്. ആണല്ലേ? ഇത് മുയലിപ്പം വറുക്കുകയാണോ? മുയല് ചിലർക്ക് മുയൽ വറുക്കുന്നതാണ് ഇഷ്ടം. ചിലർക്ക് വറ്റിച്ച കറിയാണ്, ഫ്രൈ ആയിട്ട്. മസാല എങ്ങനെയാണ് ഇത് ചേർക്കുന്നത്? എന്ത് മസാലയാണ് യൂസ് ചെയ്യുന്നത്? മസാല ഇത് മുളക് പൊടി, പിന്നെ ഗരം മസാല, ലേശം വെളുത്തുള്ളി, ലേശം ഇഞ്ചി, ലേശം കരിയാപ്പില, അങ്ങനെയുള്ള നാടൻ ഐറ്റങ്ങൾ മാത്രമേ വെക്കാം. പൊരിക്കുന്നതിന് കളർ പോലെ ഉപയോഗിക്കാറില്ല. ശരി. എത്ര സമയം വെക്കേണ്ടി വരും ഇങ്ങനെ മസാല? ഒരു അരമണിക്കൂർ സമയം അരപ്പിലിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉപ്പൊക്കെ പിടിച്ച്. ഓക്കെ. ഒരു അരമണിക്കൂർ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊരിക്കാനുള്ള പരിപാടി തുടങ്ങാം അല്ലേ? അതെ. നമ്മൾ ഈ മസാല എല്ലാം കൂടെ ഇട്ട് ഒരു അരമണിക്കൂറുടെ നേരത്തെ ചെയ്ത് വെച്ചിരുന്നാൽ പൊരിക്കാനുള്ള പരിപാടി തുടങ്ങാം അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ചൂടായി ഏകദേശം എണ്ണയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. നമ്മളിവിടെ മുയൽ ഇറച്ചിയുടെ ഫ്രൈ ആണ് ചെയ്യുന്നത്. ജോണേട്ട ഇവിടെ എങ്ങനെയാണ്? നല്ല ഫോറിനേഴ്സ് ഒക്കെ വരാറുണ്ട്. എപ്പോഴാണ് ഇവിടെ തിരക്ക്? മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് അല്ലേ? ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ആൾ കുറവുണ്ടോ? മഴ ആയതുകൊണ്ട് ആൾ കുറവില്ല. പുതിയ ആൾക്കാർ, വളരെയധികം ആൾക്കാർ എത്തുന്നുണ്ട്. സാധാരണ മഴയത്താണല്ലോ വെള്ളച്ചാട്ടം കാണാൻ കൂടുതൽ അല്ലേ? അതെ. ഓക്കെ. ഈ മുയലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത്? മുയലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവ്. മുയലും താറാവും. ശരി. നേരത്തെ ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ട് വരാറുണ്ടോ? അതോ വിളിച്ച് പറഞ്ഞിട്ട് വരുന്നവരും ധാരാളം ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ സമയം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ജോണേട്ടൻ ഇവിടെ വന്നിട്ട് തുഷാരയിൽ വന്നിട്ട് ഒരു 40 കൊല്ലമായി, 13 വർഷമായി ഈ വെറൈറ്റി ഫുഡ്സ് തുടങ്ങിയിട്ട്. ചങ്ങനാശ്ശേരിയാണല്ലേ? കോട്ടയത്ത് ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പോൾ അവിടുത്തെ ടേസ്റ്റാണ് ശരിക്കും മുയൽ, താറാവൊക്കെ. അത് തുഷാരഗിരിയിലേക്ക് കൊണ്ടുവന്ന സ്വന്തം ജോണേട്ടൻ.
ഇപ്പൊ എങ്ങനെയുണ്ട് ആൾക്കാർ നന്നായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഉച്ചയ്ക്കാണോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. ശരി, ഇത് കഴിക്കാൻ വേണ്ടി മാത്രം കോഴിക്കോട് നിന്നൊക്കെ വരുന്നവരുണ്ട്. അപ്പൊ മയിലുകറിയൊക്കെ ഇപ്പൊ ഓർഡർ പറഞ്ഞവരാണ്, വിളിച്ചു പറഞ്ഞവരാണ്. ശരി, നേരത്തെ ഓർഡർ തന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. നാളേക്ക് മയിലും താറാവും കഴിക്കാൻ വേണ്ടി 120 പേരോളം പറഞ്ഞവരുണ്ട്. ഈശ്വര, 120 പേര് നാളത്തെ മാത്രം ബുക്കിംഗ് ഉണ്ട്. അത് വിളിച്ചു പറഞ്ഞു, റിസർവ്ഡ്. 15 ഫാമിലി ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എത്ര സമയം എടുക്കുന്നത് ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട്? മയിലായതുകൊണ്ട് മെല്ലെ ഇത് വേവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു 3/4 മണിക്കൂറോളം സമയം പിടിക്കും ഇത് ഫ്രൈ ആയി വരാൻ. കുറച്ച് നല്ല വേവുള്ള ഇറച്ചിയാണ് ഈ മുയലിന്റെ ആയാലും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള. അപ്പൊ നല്ല സമയം എടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാകും. ഇതിപ്പോ തുഷാരയിൽ വന്നിട്ട് കുറെ നാളായില്ലേ? ഇവിടെ 10-40 വർഷം മുമ്പ് വന്നാണ്. കച്ചവടം തുടങ്ങിയിട്ട് 13 വർഷമായി. ഇവിടെ ഈ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ വേറെ ഏതൊക്കെയുണ്ട്? ഇവിടെ കാടിന്റെ ഒരുപാട് പ്രദേശങ്ങൾ കാണാനുള്ള, പ്രകൃതി ഭംഗിയുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. 3 വെള്ളച്ചാട്ടമുണ്ട്. ട്രെക്കിംഗ് ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ അതിനകത്ത് ഈ വെറൈറ്റി ഫുഡ്സ് എന്നുള്ള പേരിട്ട്. അതെ. ശരിക്കും ഈ ഭാഗത്ത് മുയലും താറാവും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടല്ല? മുയലും താറാവും പിന്നെ കിട്ടാൻ ഇപ്പൊ ഫാമുകളിൽ ഇഷ്ടം പോലെ വളർത്തുന്നുണ്ട്. അതുകൂടാതെ വീടുകളിൽ വളർത്തുന്നതാണ് ഞങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഒരു 3/4 മണിക്കൂർ എടുക്കുമല്ലേ? അതെ, 3/4 മണിക്കൂർ പിടിക്കും. നല്ല വേവുള്ള ഇറച്ചിയാണ്. ഒരു 3/4 മണിക്കൂർ എടുക്കും നല്ല ഫ്രൈ ആയിട്ട് വരാൻ. അപ്പൊ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ചൂടുണ്ട് ഇവിടെ. അടുപ്പിന്റെ ചൂടുണ്ട്. വിറകടുപ്പിലാണ് ചെയ്യുന്നത്. ഇതെന്തിനുണ്ട്? ഇത് പച്ചമുളകാണ്. അത് ലേശം എരിവും അതിനോട് ഒരു പിന്നെ കളറും കിട്ടാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ഫൈനൽ ഒരു ടച്ചിന് വേണ്ടിയിട്ടാണല്ലേ? കരിയാപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട്. ആഹാ, ഫ്രൈക്കകത്ത് തന്നെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ റാബിറ്റ് ഫ്രൈ ആണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതൊന്ന് നല്ലതായിട്ട് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ജോണേട്ടാ, എന്തായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷമുണ്ട്. റാബിറ്റ് ഫ്രൈ ആയിട്ട് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. നല്ല ചൂടുണ്ട്. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം. എല്ലാവരും എവിടെ നിന്നാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്. ശരി. തുഷാരഗിരി കാണാൻ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ നല്ല ഫുഡാണെന്ന് പറഞ്ഞു. നല്ല ഫുഡാണ്, അങ്ങനെയാണ് ഇവിടെ കയറുന്നത്. മൂപ്പര് ഇവിടെ വരാറുണ്ട്. എന്താ വാങ്ങിച്ച? മുയലാണോ? ഞങ്ങള് മുയലും കപ്പ കൂട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ. മൂപ്പര് പറഞ്ഞു ജോണി ചേട്ടന്റെ കട നല്ല കടയാണ്, നല്ല ടേസ്റ്റി ഫുഡ് ഇവിടെ കിട്ടുന്നത് പറഞ്ഞു. ഇങ്ങനെ കയറിയതാണ്. നന്നായി. ഓണമൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? ഓണം അടിച്ചു പൊളിച്ചു. അപ്പോൾ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ കൂട്ടി കയറിയത്. ഓക്കെ ഓക്കെ. അപ്പം ഹാപ്പി ആയിട്ടിരിക്കട്ടെ, നടക്കട്ടെ എല്ലാവരും. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ താന്നി മുത്തശ്ശിയുടെ മരമാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ മക്കാനി പച്ചമുളക് ഇവിടെ തീരാണ്. അടുത്ത ആഴ്ച തുഷാരഗിരി ഒരുപാട് ഇനി കാണാനുണ്ട്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അൻഡിൽ ദെൻ. സ്കൈ കാണാം. സ്കൈ